വിഷൻ ബോർഡ് ഒരു മാജിക്കാണോ? വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്താൽ എല്ലാം നമ്മുടെ ലൈഫിൽ നടക്കും. എൻ്റെ ലൈഫിൽ വിഷൻ ബോർഡ് എൻ്റെ 2026 വിഷൻ ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ ഒരു ഗോളാണ് ഇപ്പം നിങ്ങളെ ഈ കേൾക്കുന്നത് തന്നെ. വെൽക്കം ബാക്ക് ടു മോർണിംഗ് കോഫി വിത്ത് ഡോക്ടർ അനീറ്റ. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി തംബ്നെയിലിൽ കണ്ടതുപോലെ വിഷൻ ബോർഡ് ശരിക്കും വർക്കാവുന്ന ഒരു കാര്യമാണോ എന്നുള്ള എൻ്റെ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. എൻ്റെ ലൈഫിൽ വിഷൻ ബോർഡ് എന്ന് പറയുന്ന കാര്യം വർക്കായിട്ടുണ്ട്. എനിക്ക് നല്ല വിശ്വാസമുള്ളൊരു കാര്യമാണ് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്താൽ അതിലെ കാര്യങ്ങൾ വർക്കാകും എന്നുള്ളത്. ഇതിൽ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസ് ഉള്ള ആളുകളുണ്ടാവാം, പക്ഷേ എൻ്റെ ചാനലിൽ ഞാൻ എൻ്റെ ഒപ്പീനിയൻസ് ആണല്ലോ പറയേണ്ടത്. സോ ഏറ്റവും ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, വിഷൻ ബോർഡ് ഒരു മാജിക് അല്ല. വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വളരെ ഭംഗിയിൽ, നല്ല ഭംഗിയായിട്ട് വാളിൽ വെച്ചിട്ടുള്ള ആൾക്കാരെ എനിക്കറിയാം. സോ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വിഷൻ ബോർഡ് വർക്കാവോ? നോ. ഒരു ബിഗ് നോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ബിക്കോസ് വിഷൻ ബോർഡ് എന്തിനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്? എന്താണ് വിഷൻ ബോർഡിൻ്റെ ഉള്ളിലുള്ളത്? വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് ആ ഒരു ഇയറിൽ, അല്ലെങ്കിൽ ഒരു ലോങ് ടേം ആയിട്ടോ ഷോർട്ട് ടേം ആയിട്ടോ നമ്മൾ എന്തൊക്കെ ഗോൾസാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് ഡെയിലി ബേസിസിൽ, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ പല തവണ നമുക്ക് കാണാൻ വേണ്ടിയിട്ടുള്ളതാണല്ലേ. സോ അത് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ഗോൾസിൻ്റെയും ഡ്രീംസിൻ്റെയും കൂടെ ഒരു ആകെ തുകയാണ്. അത് നമ്മൾ ഡെയിലി കാണുന്നതിലൂടെ, നമ്മുടെ ബുക്സിലൊക്കെ നമ്മൾ വായിക്കുന്നത് പോലെ വിഷ്വലൈസേഷനാണ് നമ്മുടെ മൈൻഡിൽ നടക്കുന്നതല്ലേ. അങ്ങനെ നടക്കുമ്പം ഓട്ടോമാറ്റിക്കലി എന്താകുമെന്ന് വെച്ചാൽ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അതിനു വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി തുടങ്ങും. എവിടെയൊക്കെ ചെന്നാലാണ്, ഇപ്പോൾ ഒരു ജോബ് ആണെങ്കിൽ അതിൻ്റെ ഇൻ്റർവ്യൂസ് എവിടെയൊക്കെയാണ്, എക്സാംസ് എവിടെയൊക്കെയാണ്, എന്തൊക്കെ കഴിവുകളാണ് അതിന് വേണ്ടി വേണ്ടത്. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കൊരു പുസ്തകം എഴുതാനാണ് താല്പര്യമെങ്കിൽ ഞാനത് എഴുതി തുടങ്ങും. അതിൻ്റെ പബ്ലിഷേഴ്സിനെ അന്വേഷിച്ച് തുടങ്ങും. അതിൻ്റെ കവർ പേജ് എൻ്റെ മനസ്സിൽ ഓൾറെഡി ഡ്രീം ചെയ്ത് കണ്ടു തുടങ്ങും. സോ ഇതാണ് നമ്മൾ വിഷ്വലൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ചോദിക്കുകയാണെങ്കിൽ, എൻ്റെ ലൈഫിൽ ഞാൻ 2025 ആദ്യമായിട്ട് വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോഴാണല്ലോ ഇതൊരു ട്രെൻഡ് പോലെ വന്നത്. സോ ഞാനങ്ങനെ എല്ലാ ട്രെൻഡ്സിനെയും ഫോളോ ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ എനിക്ക് വളരെ വിശ്വാസമുള്ള ചില യൂട്യൂബേഴ്സ് അതിനെക്കുറിച്ച്, വളരെ പോപ്പുലർ ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അതിനെക്കുറിച്ച് ചെയ്തപ്പോൾ ഞാനും ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് ചെയ്തൊരു കാര്യമാണ്. പക്ഷെ ഞാൻ ആ സമയത്തുള്ള എൻ്റെ സാഹചര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് ഒരു വലിയ ഇതിനകത്ത് വാളിലൊന്നും വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിട്ടില്ല. ഞാൻ നമ്മുടെ പിൻട്രസ്റ്റിൽ നിന്ന് ഫോട്ടോസ് എടുത്തതിന് ശേഷം നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ നമ്മുടെ കൊളാഷ് ഉണ്ടാക്കുന്നത് പോലെ ഞാൻ ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫോണിൻ്റെ വാൾപേപ്പറാക്കി ഇടുകയാണ് ചെയ്തത്. സോ ഞാൻ എപ്പോഴും എൻ്റെ ഫോൺ ഓൺ ചെയ്യുന്ന സമയത്ത് കാണുന്നത് മുഴുവൻ ഇതായിരുന്നു. ഞാൻ ഇതിനൊരു എക്സാമ്പിൾ പറയാം. ഇതിപ്പോൾ കേൾക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും ഇത് അറിയുന്ന ഒരു ആയിരിക്കും. ഞാൻ ഒത്തിരി പേരോട് പറഞ്ഞിട്ടുമുണ്ട്. ഇതെന്ന് വെച്ചാൽ, എൻ്റെ റീഡിങ് ഹാബിറ്റ്സ് ഒരു പോയിന്റിൽ കംപ്ലീറ്റ്ലി സ്റ്റക്കായി പോയിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ ഒരു വിഷൻ ബോർഡിനകത്തുണ്ടായിരുന്ന ഒരു മെയിൻ കാര്യമായിരുന്നു എൻ്റെ റീഡിങ് ഹാബിറ്റ്സ് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. സോ ഞാൻ പിൻട്രസ്റ്റിൽ പോയിട്ട് ഒരു 4-5 മലയാളം പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ച ഒരു പിക്ക് എടുത്തിട്ട് എൻ്റെ ഈ ഒരു വിഷൻ ബോർഡിനകത്തോട്ട് ഇട്ടായിരുന്നു. അതിനകത്ത് കൊളാഷാക്കി വെച്ചായിരുന്നു. പിന്നെ നമ്മൾ വിഷൻ ബോർഡ് കാണുന്നല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ അതിൻ്റെ എല്ലാ മൈന്യൂട്ട് കാര്യങ്ങളും എല്ലാ ദിവസവും ഇരുന്ന് ചെക്ക് ചെയ്യുന്നില്ലല്ലോ. ഞാൻ നമ്മുടെ 2025 ലാസ്റ്റ് ഇതൊക്കെ എന്തൊക്കെ നടന്നു, ഇത് ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്ന കാര്യമാണ്. അതിനകത്തുണ്ടായിരുന്നതിൽ എൻ്റെ ഓർമ്മയിൽ വളരെ ചുരുങ്ങിയ 1-2 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. എല്ലാം. ഇത് ഞാൻ പറയുന്നത് എന്നെ അറിയുന്ന ഒത്തിരി പേര് കേൾക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കും കൂടി അറിയുന്ന ഒരു കാര്യമാണ്. എൻ്റെ ലൈഫിൽ അതിനകത്തുള്ള 2-3 കാര്യങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാം നടന്നിട്ടുണ്ട്.
കാരണം ഞാൻ അത്രയും വർക്ക് ചെയ്തിരുന്നു. 2025 എന്ന് പറയുന്ന ഇയർ ഞാൻ അത്രയും എനിക്ക് എന്തൊക്കെ ടാലൻസ് ഉണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞ് അതിനുവേണ്ടി അത്രയും പണിയെടുത്തൊരു ഇയറാണ്. സോ എൻ്റെ വിഷൻ ബോർഡ് ഒരുപാട് കാര്യങ്ങൾ നടന്നിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത് ഞാൻ അതിനകത്തോട്ട് ആഡ് ചെയ്ത് ഈ ഫോട്ടോ, ആ ഇയറിൻ്റെ ലാസ്റ്റ് ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് ഈ പിൻട്രസ്റ്റിൽ നിന്ന് എടുത്ത ഫോട്ടോസ് ഉണ്ടല്ലോ, അതിലുണ്ടായിരുന്നൊരു 4 പുസ്തകങ്ങൾ, അതിൽ 5 പുസ്തകങ്ങളുണ്ടായിരുന്നു. അതിൽ 4 പുസ്തകങ്ങളും, ഇത് ഞാൻ പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ഒരിക്കലും അത് നോക്കിയിട്ടല്ലല്ലോ പുസ്തകങ്ങൾ മേടിക്കുന്നത്. പുസ്തകങ്ങൾ നമ്മൾ വളരെ റാൻഡമായിട്ട് മേടിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്തുണ്ടായിരുന്ന ബുക്സിൽ എല്ലാ ബുക്സും വളരെ ഫേമസ് ആയിട്ടുള്ള ഓതേഴ്സിൻ്റെ ബുക്കുകളും വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്സും അല്ലായിരുന്നു. ബട്ട് അതിൽ ഒരു 4 പുസ്തകം ഇപ്പം എൻ്റെ ലൈബ്രറി കളക്ഷനിലുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പം എല്ലാം നമുക്കിവിടെ പറയാൻ സമയമില്ല. സോ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ക്രിയേറ്റ് എ വിഷൻ ബോർഡ്. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനി 2027 ജാൻ 1 ഉണ്ടാക്കാം, അല്ലെങ്കിൽ ജാൻ ഫസ്റ്റ് വീക്ക് ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് മാറ്റി വെക്കേണ്ട ഒരു കാര്യമല്ല ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഞാൻ ഈ ജൂലൈ മാസം വന്നിട്ട് എന്തിനാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഉണ്ടാക്കാമല്ലോ. എന്തിനാ ഇനിയും ഈ കൊല്ലം തീരാൻ വേണ്ടി ഇത്രയും മാസം കിടക്കുമ്പം? ദെൻ വൈ? എന്തുകൊണ്ടാണ് ഉണ്ടാക്കാത്തത്? ഇന്നുണ്ടാക്കി തുടങ്ങിക്കോളൂ. അതിൽ നിങ്ങൾക്കൊരു 10 ഗോൾ ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്കൊരു 3 ഗോൾ ഈ കൊല്ലം അച്ചീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. സോ ക്രിയേറ്റ് എ വിഷൻ ബോർഡ്. ഇറ്റ് വർക്ക്സ്. എങ്ങനെ വർക്ക് ചെയ്യും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അത് എന്നും കാണുന്നതിലൂടെ അത് നമ്മുടെ ഒരു മെയിൻ ഡ്രീമായിട്ട് മാറും, നമ്മുടെ ഒരു മെയിൻ ഗോളായിട്ട് മാറും. ബട്ട് എല്ലാവരും പറയുന്നത് പോലെ ആക്ഷൻ ഇല്ലാണ്ട് എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മുടെ കയ്യിൽ നമ്മൾ അത്ര ആക്ഷൻ ഇടണം. ഈ കൊല്ലം ലാസ്റ്റിൽ നിങ്ങൾക്ക് എൻ്റെ വിഷൻ ബോർഡ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, എൻ്റെ വിഷൻ ബോർഡിൽ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എന്ന് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അതിൽ ഓൾറെഡി ഉള്ള എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഇപ്പം നിങ്ങളീ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, 2026 ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു അല്ലേ. അതിൻ്റെ ഇപ്പോൾ ഉള്ള സബ്സ്ക്രൈബേഴ്സ് കൗണ്ടോ ലൈക്സോ ഷെയർസോ വ്യൂസോ ഒന്നും ഞാൻ നോക്കുന്നില്ല. ബിക്കോസ് എത്രയോ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിൻ്റെയൊക്കെ അവർക്ക് 2 വർഷവും മാസവും ഒക്കെ എടുത്തിട്ടാണ് 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിക്കാൻ പറ്റിയതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ലൈഫ് ഞാൻ ഒത്തിരി വായിക്കുന്ന ഒരാളാണ്. അപ്പം എനിക്ക് ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂടാത്തതൊക്കെ ചില ദിവസങ്ങളിൽ നമുക്കൊരു വിഷമം വരുമെങ്കിലും നമ്മൾ ഇങ്ങനെയൊക്കെ കേട്ട് പരിചയമാണ്, നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാനിത് പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ, എൻ്റെ വിഷൻ ബോർഡിൽ എൻ്റെ ഡ്രീം ഇപ്പം നടന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു. ഇത് ഞാൻ ഇപ്പം ഒത്തിരി വീഡിയോസ് അല്ലേ, ഏകദേശം ഒരു 6-7, ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒരു 6-7 വീഡിയോസൊക്കെ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട്. സോ കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവുക. ഈ വിഷൻ ബോർഡ് എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റ്, ഇപ്പോൾ ഫോണാണെങ്കിൽ എപ്പോഴൊക്കെ നിങ്ങൾ, എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ റൂമിലെ വോളുകളൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഫോണിലെ വാൾപേപ്പറൊക്കെ ഇട്ടോളൂ. ഫോൺ എന്തായാലും നമ്മൾ കാണുമല്ലോ. ഇനി അങ്ങനെയാണ് ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ, നിങ്ങളുടെ ചോയ്സ് ആണ് എല്ലാം. സോ ക്രിയേറ്റ് എ വിഷൻ ബോർഡ്. ഇറ്റ് റിയലി വർക്ക്സ് വെൻ യു ടേക്ക് ആക്ഷൻസ്. സോ മൈ ഡിയേഴ്സ്, നാളെ മറ്റൊരു ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ.